എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കേന്ദ്ര പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഘടകമാണ് ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത്. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനാണ്. എല്ലാവരുടെ കൈവശവും ഫാർമർ ഐ ഡി ഉണ്ടാവണം. PM കിസാൻ സമ്മാൻ നിധിയിൽ അർഹതയുള്ള എല്ലാവരുടെ കൈവശവും ഫാർമർ ഐ ഡി ഇനി ഉണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുക വിതരണം ഇനി മുടങ്ങും എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫാർമർ ഐ ഡി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. കൊടുക്കാത്തവർ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ഫാർമർ ഐ ഡിക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ പലർക്കും ഇത് അപ്രൂവൽ ആകാത്ത ഒരു സാഹചര്യമുണ്ട്. പലർക്കും പെൻഡിങ്ങിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ആ പെൻഡിങ് ആയിട്ടുള്ളവർക്കും എങ്ങനെയാണ് നിങ്ങളുടെ ഫാർമർ ഐ ഡി എത്രയാണ് എന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഇനി ആരെങ്കിലും EKYC കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങളുടെ EKYC കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഎലിജിബിലിറ്റി വന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഐഡൻറ്റിഫയർ വെരിഫിക്കേഷനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ബാങ്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എത്രയും വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഈ 1-ാം തീയതി വരെ നമുക്ക് സമയമുള്ളൂ. അതിനുശേഷം പുതിയ അപ്ഡേഷനും പേയ്മെൻറ്റ് ലിസ്റ്റുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയും അതിന് മുമ്പേ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റാക്കി തന്നെ വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഫാർമർ രജിസ്ട്രേഷൻ IDയുടെ സ്റ്റാറ്റസ് നോക്കാൻ അറിയാത്തവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാർമർ ID അപ്രൂവൽ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്കിവിടെ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഡിങ് ആണ്, നിങ്ങളുടെ ഫാർമർ ID എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അതെങ്ങനെയാണ് നമുക്ക് എടുക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ ഗൂഗിളിൽ കയറി അഗ്രിസ്റ്റാക്ക് രജിസ്ട്രി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം വന്നിട്ടുണ്ട് കേരള ഫാർമർ രജിസ്ട്രി എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് നോക്കാനായിട്ട് ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്ന് മുകളിൽ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് അപ്രൂവൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ്. ഇവിടെ നമ്മുടെ ഫാർമർ ID വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാർമർ ID ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. അതല്ല പെൻഡിങ് ആയിട്ടുള്ളവർക്ക് നിങ്ങളുടെ ഫാർമർ ID നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഫാർമർ ID അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫാർമർ എന്ന കോളം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ പാസ്വേഡ് അറിയില്ല. നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ, നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമ്മൾ അവിടെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫോർഗെറ്റ് പാസ്വേഡ് എന്നുള്ളത് താഴെ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് ഫാർമർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫാർമർ എന്നുള്ളത് സെലക്ട് ചെയ്ത് താഴെ നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മൾ അഗ്രിസ്റ്റാക്ക് രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തിരുന്ന മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. ഗെറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു OTP നമ്മുടെ ഫോണിലേക്ക് വരും. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്യുക. വെരിഫൈ OTP കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു താൽക്കാലികമായിട്ടൊരു പാസ്വേഡ് അയച്ചു തരും. ആ പാസ്വേഡ് നമ്മുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഓക്കെ കൊടുക്കുക. ആ പാസ്വേഡ് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കണം. നിങ്ങൾക്കൊരു താൽക്കാലിക പാസ്വേഡ് നിങ്ങൾക്ക് ഫോണിൽ അയച്ചു തന്നിട്ടുണ്ട്. അതെവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് വീണ്ടും ഫാർമർ എന്നുള്ള കോളത്തിൽ കൊണ്ടുവരിക. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആദ്യം എൻ്റർ ചെയ്യുക. താഴെ നമുക്ക് ഇപ്പോൾ അയച്ചു തന്നിരിക്കുന്ന ആ പാസ്വേഡ് അതവിടെ എൻ്റർ ചെയ്യുക. താഴെയുള്ള ക്യാപ്ച അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു OTP നമ്മുടെ ഫോണിലേക്ക് വരും. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്യുക. ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഫോണിലേക്ക് അയച്ചു തന്നിരിക്കുന്ന പാസ്വേഡാണ് ആദ്യം നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ്, ന്യൂ പാസ്വേഡ്, കൺഫേം പാസ്വേഡ് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുത്ത് പുതിയൊരു പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്യുക. ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഫാർമർ എന്ന കോളത്തിൽ കൊണ്ടുവരിക, അവിടെ ടിക്ക് ചെയ്യുക. ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയതായിട്ടുള്ള പാസ്വേഡ് അവിടെ കൊടുത്തിട്ട് താഴെയുള്ള ക്യാപ്ച അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുക.
വീണ്ടും ഒരു OTP വരും. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫാർമർ രജിസ്ട്രേഷൻ പേജിലേക്ക് നമ്മൾ ലോഗിൻ ആയിരിക്കുകയാണ്. ആ തൊട്ട് മുകളിൽ കാണുന്ന 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് വ്യൂ മൈ ഇൻഫർമേഷൻ എന്നുള്ളതിൽ എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫാർമർ ID കാണാൻ സാധിക്കും. നമ്മുടെ എൻറോൾമെൻറ്റ് IDയും നമ്മുടെ ഫാർമർ IDയും അവിടെ ഉണ്ടാവും. ഇത് അപ്രൂവൽ ആകാത്തവർക്കും അവിടെ ഫാർമർ IDയും എൻറോൾമെൻറ്റ് IDയും അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫാർമർ ID ഒന്നെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക, അതല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക. ഇതാണ് നിങ്ങളുടെ ഫാർമർ ID. ഈ ഒരു ഫാർമർ ID നിങ്ങൾക്ക് മാറില്ല. ഇതായിരിക്കും നിങ്ങളുടെ ഫാർമർ ID. അപ്പോൾ അപ്രൂവൽ ആകാത്തവർക്ക് ഇങ്ങനെ കയറി ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാർമർ ID എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഫാർമർ ID. നമുക്ക് ഓൾറെഡി നമ്മുടെ ഫാർമർ ID അവിടെ ജനറേറ്റ് ആയിരിക്കും. ഇത് അപ്രൂവൽ ആകാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഫാർമർ ID എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ അറിയാൻ സാധിക്കാത്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫാർമർ ID നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ഇനി ആരെങ്കിലും ഫാർമർ ID എടുക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഫാർമർ ID എടുക്കേണ്ടതാണ്. 22ാമത്തെ ഗഡു ലഭിക്കാനായിട്ട് ഫാർമർ ID നിർബന്ധമാണ് എന്നുള്ളത് കേന്ദ്രം ഇപ്പോഴാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കൈവശവും ഫാർമർ ID ഉണ്ടായിരിക്കണം. ഓക്കെ, അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.